ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നൊരു മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വിഷുവിൻ്റെ സമയത്ത് നമുക്കത് ഉണ്ടാക്കാൻ പറ്റിയില്ല, അതിനുള്ള സമയമില്ലായിരുന്നു, രാവിലെ അമ്പലത്തിലൊക്കെ പോയത് കാരണം. അപ്പം ഞാനിത് കഴിഞ്ഞ ദിവസം മാളിപ്പോയപ്പം മേടിച്ചുകൊണ്ട് വന്നതാണ്. നല്ല മാങ്ങയാണോ എന്നൊന്നും അറിയത്തില്ല, പക്ഷേ ഇവിടെ ഇതുപോലെയുള്ളതൊക്കെയല്ലേ കിട്ടത്തുള്ളൂ. അപ്പം ഇതുകൊണ്ട് നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഇതൊന്ന് കഴുകിയിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് എടുത്തുകൊണ്ട് വരാം. അപ്പം ഞാനിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 2 എണ്ണം നന്നായിട്ട് പഴുത്തതാണ്, 2 എണ്ണം അത്രയ്ക്ക് അങ്ങോട്ട് പഴുത്തിട്ടില്ല, എന്നാലും മധുരമുള്ളതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. മധുരം കുറവുണ്ട്, നമുക്ക് കുറച്ച് ശർക്കരയൊക്കെ ചേർത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് അടുപ്പത്ത് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാനിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാൻ പോവാണ്. അതിന് ശേഷം ഉപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് അരപ്പിനായിട്ട് ഒരു 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് എരിവില്ലാത്ത പച്ചമുളകാണ്, അതുകൊണ്ടാണ് അത്ര എടുത്തിരിക്കുന്നത്. എരിവിന് ആവശ്യമായ പച്ചമുളക് എത്രയാണോ അത്ര എടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ജീരകവും കൂടി എടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് നരച്ചെടുക്കാം. ഈ സമയത്ത് നമ്മുടെ മാങ്ങ ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഇന്ത്യൻ മാങ്ങ തന്നെയാണ്, പക്ഷേ നമ്മുടെ നാട്ടിലെ മാങ്ങയുടെ അത്രയും നല്ലതാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ മാങ്ങ വാങ്ങിച്ച് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ബാക്കിയും കൂടെ അരപ്പ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പം നമ്മുടെ കറി ഏകദേശം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ അരപ്പിൻ്റെയൊക്കെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമ്മളൊന്ന് ചൂടാക്കി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ മാങ്ങയ്ക്ക് അത്രയ്ക്ക് മധുരം ഉണ്ടെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാനൊരു കഷ്ണം ശർക്കരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണ്. ഇപ്പം നമ്മുടെ ശർക്കരയൊക്കെ അലിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുവാണ്. പുളിയുടെ കണക്കനുസരിച്ച് വേണം നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഞാൻ തീ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ഇതെല്ലാം ചൂടായി വരും, അതുകൊണ്ട് ഞാൻ തീ ഓഫാക്കി കൊടുത്തിട്ടാണ് തൈര് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പം പുളി എത്രയാണോ വേണ്ടത് അത്രയും തൈര് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് എൻ്റെ തൈരിന് നല്ല പുളിയുള്ള തൈരായിരുന്നു, അതുകൊണ്ട് കുറച്ച് തൈര് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഉപ്പും പുളിയെല്ലാം കറക്റ്റാണോ എന്ന് നോക്കുന്നുണ്ട്. നോക്കിയിട്ട് കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തൊഴിച്ച് കൊടുക്കണം. അതിനായിട്ട് ഞാൻ പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കടുകും ഉലുവായും ഇട്ട് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ കടുക് വറുത്തതും കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും ചെറിയ ചെറിയ വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.